തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ ജീവനക്കാർക്ക് മർദ്ദനമേറ്റു. ഒരു വെള്ള ഫോർച്യൂണർ കാറിലെത്തിയ സംഘം ഒരു പ്രകോപനവുമില്ലാതെ ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു. കസേരയിൽ വെറുതെ ഇരിക്കുന്ന ജീവനക്കാരനെ മർദ്ദിക്കുകയാണ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ ജീവനക്കാർക്ക് മർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വിവരങ്ങൾ നൽകുന്നു തൃശൂരിൽ നിന്ന് അനീഷ് ആന്റണി. ബനേഷ്, ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ആ സംഭവം ഉണ്ടാകുന്നത്. എറണാകുളം ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്കാണ് ആ വെള്ള നിറത്തിലുള്ള ഫോർച്യൂണർ കാറ് വരുന്നത്. കാറ് ടോൾ പ്ലാസയിലേക്ക് എത്തുന്നു. ഫാസ്റ്റ് ടാഗിൽ നിന്നും പണം ഈടാക്കുന്നു. ശേഷം ടോൾ പ്ലാസയിലെ ബാരിക്കേഡ് പൊന്തുന്നു. കാറ് ആ ടോൾ പ്ലാസ കടന്ന് അല്പം മുന്നോട്ട് നീങ്ങുന്നു. തുടർന്ന് കാർ അവിടെ നിർത്തി പൊടുന്നനെ ഈ കാറിലുണ്ടായിരുന്ന 2 പേർ ഇറങ്ങി ആ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിൽ ആ കസേരയിൽ ഇരിക്കുന്ന ഒരു ജീവനക്കാരനെ ആദ്യം മർദ്ദിക്കുന്നു. ചവിട്ടുന്ന ദൃശ്യങ്ങളൊക്കെ അതിലുണ്ട്. അതിനുശേഷം ടോൾ ബൂത്തിലുള്ള ആളെയും ആക്രമിക്കുന്നുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാക്കിയതെന്ന് ആർക്കും വ്യക്തമല്ല. കാരണം പണം അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കവും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പണമെല്ലാം ഈടാക്കിയതിനു ശേഷം ആ കാറ് ടോൾ പ്ലാസ കടന്നു പോയതിനു ശേഷം നിർത്തിയാണ് ഇത്തരമൊരു ആക്രമണത്തിലേക്കൊക്കെ ആ കാറിലുണ്ടായിരുന്നവർ മുതിർന്നത്. പിന്നീട് അത് CCTV ദൃശ്യങ്ങൾ ടോൾ പ്ലാസ അധികൃതർ ഇന്ന് രാവിലെയാണ് ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നത്. ഈ തുടർന്ന് പുതുക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാലും പോലീസ് ഇപ്പോൾ ആ വാഹനത്തിന്റെ നമ്പറും ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ഈ അക്രമികളെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണം ഇപ്പോൾ ഊർജിതമായി തുടരുകയാണ്. എന്തായാലും ഒരു കാരണവും ഒരു പ്രകോപനവും ഇല്ലാതെ വേണം അത്തരത്തിലൊരു ആക്രമണം നടന്നെന്ന CCTV ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എന്തായാലും ആ 2 പേരെ കണ്ടെത്താനുള്ള അന്വേഷണം ഇപ്പോൾ പുതുക്കാട് പോലീസ് ഊർജിതമായി തുടരുകയാണ്. ബനേഷ്, പാലിയേക്കര ടോൾ പ്ലാസയെ സംബന്ധിച്ചിട്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും കുത്തരിയല്ല. പല ഘട്ടങ്ങളിലായിട്ട് CCTV ദൃശ്യങ്ങളിലൂടെയും അല്ലാതെയും ടോൾ പ്ലാസയിൽ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും പരസ്പരമുള്ള മർദ്ദനങ്ങളുടേതായിട്ടുള്ള ദൃശ്യങ്ങൾ പല ഘട്ടങ്ങൾ പുറത്തു വരികയുണ്ടായി. പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. എന്താണ് ഈ ഒരു പ്രകോപനത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് അനീഷ് ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നത്.